CPM സംസ്ഥാന സമിതി അംഗം ആനൂർ നാഗർക്കൊപ്പം മലയാളം ന്യൂസിനൊപ്പം ചേരുകയാണ്. എങ്ങനെ പോകുന്നു പ്രചരണ പരിപാടികൾ? ആറ്റിങ്ങലും തിരുവനന്തപുരത്തൊക്കെ വാശിയേറിയ പോരാട്ടം തന്നെയാണല്ലോ. ആറ്റിങ്ങലും തിരുവനന്തപുരം രണ്ട് മണ്ഡലങ്ങളിലും LDF ഇത്തവണ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. പൊതുവിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാടാണ് ജനങ്ങളിന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വസ്തുതകൾ പരിശോധിക്കുന്നവർക്ക് ബോധ്യമാകുന്ന ഒന്നാണ്. രണ്ട് നയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഈ രാജ്യത്തെ വർഗീയതയിലേക്ക് നയിക്കാനും രാജ്യത്തെ ശുദ്ധീകരിക്കാനും വേണ്ടി ശ്രമിക്കുന്ന BJP ഒരു ഭാഗത്ത്, ആ BJPയുമായി പല കാര്യങ്ങളിലും സമരസപ്പെടുകയും അവരുടെ വർഗീയതയെ ശക്തിയായി എതിർക്കാനും തയ്യാറാവാതെ ഒഴിഞ്ഞു മാറുന്ന കോൺഗ്രസ്, UDF. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിതീക്ഷ്ണമായി വർഗീയതയെയും സ്വേച്ഛാധിപത്യപരമായ സർക്കാരിൻ്റെ സമീപനങ്ങളെയും എതിർക്കുകയാണ്. മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് BJP പ്രവർത്തിക്കുന്നത്. അക്കാര്യത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല. നമുക്കറിയാം, ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം തന്നെ അക്കാര്യത്തിൽ കോൺഗ്രസ് നിശബ്ദമാണ്. ഇത്തരമൊരു മാരകമായ നിയമം പാസാക്കി നടപ്പാക്കാൻ തീരുമാനിച്ച ഘട്ടത്തിലുണ്ടായ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പോലുള്ളൊരു പാർട്ടി ഒരിക്കലും നിശബ്ദത പാലിക്കാൻ പാടില്ലായിരുന്നു. ഒരു ന്യായമായ കാര്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിശബ്ദത പാലിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അതിനെ എതിർക്കുന്നില്ല എന്നാണ്. അതിനർത്ഥം അതിനെ സഹായിക്കുന്നു എന്നാണ്. അത് നാടിന് വലിയ ദോഷമാണ്. ഈ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും BJPയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ മത്സരിക്കുന്ന പല നേതാക്കന്മാരും നാളെ കോൺഗ്രസിൽ തന്നെ ഉണ്ടാകുമെന്നതിന് യാതൊരു ഉറപ്പും നമ്മുടെ രാജ്യത്തില്ല. കേരളത്തിൽ ആ ഒഴുക്ക് കുറവായിരുന്നത് ഇപ്പോൾ വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യങ്ങളെല്ലാം ജനങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു പോകുന്ന മുന്നണിയാണ്. രാഷ്ട്രീയ നിലപാടുകൾക്കാണ് വോട്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ നിൽക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളും, ഒന്ന് ജോയി ആയാലും പന്ന്യൻ രവീന്ദ്രനായാലും, കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ രാഷ്ട്രീയ ജീവിതം കളങ്കരഹിതമാണ്. ഒരു കളങ്കത്തിനും ഇടവരുത്താതെ ജനങ്ങളുമായി ഇടവഴി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കന്മാരാണ് രണ്ടാളുകളും. അവർ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നവരാണ്. അത്തരം ആളുകളെ ജനങ്ങൾക്കിഷ്ടമാണ്. രാജ്യത്ത് ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ രണ്ടാളുകളെയും വിജയിപ്പിക്കാൻ വേണ്ടി നല്ല ഇടപെടൽ നാട്ടിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശുഭാപ്തി വിശ്വാസമാണ് ഈ രണ്ട് മണ്ഡലവും ഞങ്ങൾ ജയിക്കും. ആറ്റിങ്ങൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ BJP കഴിഞ്ഞ തവണ 2.5 ലക്ഷത്തോളം വോട്ടുകൾ പിടിച്ചാണ്. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശും കഴിഞ്ഞ സിറ്റിംഗ് MP ആണ് മത്സരിക്കുന്നത്. തിരുവനന്തപുരത്ത് CPM ജില്ലാ സെക്രട്ടറി മത്സരിക്കുന്നു. എങ്ങനെയാണ് ആ ഒരു കടുത്ത പോരാട്ടം തന്നെയാണോ ആറ്റിങ്ങലുള്ളത്? ആറ്റിങ്ങൽ BJP 2 മണ്ഡലങ്ങളിലും 3-ാം സ്ഥാനത്താണ്. ഒരിക്കൽ പോലും BJP 2-ാം സ്ഥാനത്ത് വരില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ BJP 2-ാം സ്ഥാനത്ത് വരും എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാ മണ്ഡലങ്ങളിലും BJP 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും. മത്സരം സ്വാഭാവികമായും നല്ല കടുത്ത മത്സരങ്ങളാണല്ലോ എല്ലായിടത്തും നടക്കുക. ആ മത്സരങ്ങളുടെ രൂക്ഷത തിരുവനന്തപുരത്തും ആറ്റിങ്ങലും എല്ലാം ഉണ്ടാകും. ഇവിടെ തിരുവനന്തപുരത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ശശി തരൂർ ആദ്യം ഉന്നയിക്കുന്ന ആരോപണം മത്സരം നടക്കുന്നത് കോൺഗ്രസും BJPയും തമ്മിലാണ്. CPI അല്ലെങ്കിൽ ഇടതുമുന്നണി ഒരു അപ്രസക്തമാണെന്ന കാര്യമാണ്. അത് ശശി തരൂരിൻ്റെ ഒരു മാനസികാവസ്ഥയാണ്. കാരണം അവർ കോൺഗ്രസ്സുകാർ BJPയേക്കാൾ കൂടുതൽ ശത്രുതാപരമായി വീക്ഷിക്കുന്നത് LDFനെയാണ്. അതുകൊണ്ട് LDFനെതിരായി ജനങ്ങൾ ചിന്തിക്കുന്ന നിലപാടുകളാണ് സാധാരണ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ LDF ഒരു പ്രശ്നമല്ല എന്ന് വരുത്തി തീർക്കലാണ് അവരുടെ ലക്ഷ്യം. ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ശശി തരൂരിന് ബോധ്യമാവും LDF എങ്ങനെയായിരുന്നു എന്ന്. അദ്ദേഹത്തിന് നല്ല ബോധ്യം ഇത്തവണ ഉണ്ടാവും. ശശി തരൂർ കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരം ജില്ലയ്ക്ക് നഷ്ടക്കച്ചവടമുണ്ടാക്കിയ ആളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാഗ്ദാനവും നടപ്പാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഹൈക്കോടതി ബെഞ്ചുണ്ടാവും, ഉണ്ടായില്ല. ഇരട്ട നഗരം ഉണ്ടാവും, ഉണ്ടായില്ല. കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പങ്കെത്ത, തിരുവനന്തപുരം ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പങ്കെത്ത. അദ്ദേഹം എന്ത് വികസന പ്രവർത്തനം 15 കൊല്ലക്കാലം കൊണ്ട് നടത്തി? ഏത് കേന്ദ്ര പദ്ധതിയായി ഇവിടെ കൊണ്ടുവന്ന്? അദ്ദേഹം 5 കൊല്ലക്കാലം MP ആയിരുന്നപ്പോൾ, ആദ്യത്തെ MP ആയിരുന്നപ്പോൾ ഇവിടെ
കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നില്ലേ, പിന്നീടാണല്ലോ BJP ഗവൺമെൻറ് വന്നത്. സ്വന്തം ഗവൺമെൻറ് ഉണ്ടായപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം പുതിയ വാഗ്ദാനങ്ങളുമായി ഇറങ്ങി നടക്കുകയാണ്. അദ്ദേഹം ഒരു സമ്പൂർണ്ണ പരാജയമാണ്. അത് ആ ചർച്ച വരാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒപ്പിക്കുന്നത്. ആറ്റിങ്ങലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഇടതുമുന്നണി സ്ഥാനത്ത് തന്നെ വിജയിക്കുമല്ലേ? അതെ, വിജയിക്കും. രണ്ടിടത്തും വിജയിക്കും. ഒരു സംശയവും നിങ്ങൾക്കുണ്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.